ഹലോ എക്സാമിനർ ഫാമിലി മക്കളെ, നെക്സ്റ്റ് ഇയർ +1 +2 സയൻസോ കൊമേഴ്സോ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും ഈ വീഡിയോ അവസാനം വരെയും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമിനറിൻ്റെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് അറിയാം, എക്സാമിനറിൻ്റെ ടീച്ചേഴ്സ് എങ്ങനെയാണെന്ന് അറിയാം, അവർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അവർ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവോ ഇല്ലയോ, ആ പഠിപ്പിച്ചാൽ എഫക്റ്റീവ് ആണോ, പരീക്ഷയ്ക്ക് എഫക്റ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതേ ടീച്ചേഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് +1ഉം +2ഉം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ നെക്സ്റ്റ് ഇയർ ഉണ്ടാകാൻ പോകുന്ന +1 അഗ്നി സയൻസ് ബാച്ചും +1 ജ്വാല കൊമേഴ്സ് ബാച്ചും. അപ്പോൾ നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് ഇതേ ടീച്ചേഴ്സിൻ്റെ കൂടെ പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ +1 +2 നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യമായിരിക്കും. 10th പോലെ ആയിരിക്കില്ല, വേറെ തന്നെ ഒരു ലെവലിലാണ്. അതായത് നിങ്ങൾ 8th ഇങ്ങനെ, 9th ഇങ്ങനെ, 10th ഇങ്ങനെയാണെങ്കിൽ 11th എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. അത് വലിയൊരു ജമ്പായിരിക്കും. അത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ചാപ്റ്റേഴ്സിന് എണ്ണമൊക്കെ നിങ്ങൾക്ക് 10th പഠിക്കുന്ന പോലെ ഒന്നുമല്ല. ഫിസിക്സിലൊക്കെ നിങ്ങൾക്ക് 14 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. കെമിസ്ട്രിയിൽ ഡിലീറ്റഡ് സിലബസ് ആയിട്ട് പോലും 9 ചാപ്റ്റേഴ്സ് ഉണ്ട്. ബയോളജിയിൽ 18-19 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. മാത്സിലും ഏതാണ്ട് 14-15 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഡിപ്പെൻഡ്സ് ഓൺ ഡിലീറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം. എങ്കിലും അത്ര ചാപ്റ്റേഴ്സ് ഉണ്ടാവും, അത്രത്തോളം കണ്ടന്റ് ഉണ്ടാവും. വളരെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് വേണ്ടി വരും. അത് എക്സാമിനറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ലഭിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എക്സാമിനറിൻ്റെ ടീച്ചേഴ്സ് പഠിപ്പിച്ചാൽ, അത് ഓൾറെഡി നിങ്ങൾ 10th ക്ലാസ്സിൽ കണ്ട ടീച്ചേഴ്സിന്, ഫിസിക്സിൽ ഞാനുണ്ടാവും, ദിൽഷ മിസ് ഉണ്ടാവും, അതുപോലെ തന്നെ മാത്സിൽ അലൻ സാർ ഉണ്ടാവും, മേഘ മിസ് ഉണ്ടാവും, ബയോളജിയിൽ അർച്ചന മിസ് ഉണ്ടാവും, ATR മിസ് ഉണ്ടാവും, ശ്രുതി മിസ് ഉണ്ടാവും. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ കെമിസ്ട്രിയിൽ നമ്മുടെ അതുല്യ മിസ് ഉണ്ടാവും, ശരണ്യ മിസ് ഉണ്ടാവും. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമെങ്കിൽ, അവർ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അവർ പഠിപ്പിച്ചാൽ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം മക്കളെ, ഒന്നും ആലോചിക്കാനില്ല, നമ്മുടെ ബാച്ചിൽ വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. ഇനി ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെയാണ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ കിട്ടുക, അത് സയൻസ് ബാച്ചിൽ ജോയിൻ ചെയ്താലും കൊമേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്താലും എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ, ഫീസിൻ്റെ ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുന്നോട്ട് വാച്ച് ചെയ്യാം. ഓക്കെ, അഗ്നി സയൻസ് ബാച്ചിൻ്റെ കാര്യം പറയാം മക്കളെ. അഗ്നി സയൻസ് ബാച്ചിൽ നിങ്ങൾക്ക് ഫുൾ സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, റെക്കോർഡ് ക്ലാസ്സും അതിനോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സും ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ റെക്കോർഡഡ് കണ്ടന്റിലായിരിക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ ഉണ്ടാവുക, ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടാവുക, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കുറേ എക്സ്ട്രാ കാര്യങ്ങളുണ്ടാവും. പക്ഷേ റെക്കോർഡർ മാത്രം വെച്ച് പഠിക്കാൻ പൊതുവേ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എക്സ്ട്രാ ലൈവ് ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയിക്കും. നിങ്ങൾക്ക് ആക്ച്വലി വേണേൽ 2 പാത്ത് ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ലൈവ് ക്ലാസ് മാത്രമായിട്ട് കണ്ട് സിലബസ് തീർക്കുന്ന പാത്ത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് മാത്രം ഫോളോ ചെയ്തിട്ടുള്ള പാത്ത് ചൂസ് ചെയ്യാം. അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എല്ലാം കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. അതായത് ഓരോ ടൈപ്പ് ഓഫ് കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യും. ചിലർക്ക് റെക്കോർഡ് ക്ലാസ് കണ്ട് ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും, അവരുടെ പേസിന് പഠിക്കുന്നതായിരിക്കും സൗകര്യം. ചിലർക്ക് ലൈവ് ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കുന്നതായിരിക്കും അവർക്ക് ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ രണ്ടും ഉണ്ടാവും. ഇനി സബ്ജക്ട്സിൻ്റെ കാര്യം നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന സബ്ജക്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇതിൽ നിങ്ങൾ CBSE ബാച്ചിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സയൻസ് സബ്ജക്റ്റ് പ്ലസ് മാത്സ് ഉണ്ടാവുള്ളൂ, ലാംഗ്വേജസ് ഉണ്ടാവില്ല. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കാം. എല്ലാ ക്ലാസ്സിൻ്റെയും PDF നോട്ട്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടോ, എല്ലാ ലൈവ് ആണെങ്കിൽ റെക്കോർഡർ ആണെങ്കിൽ എല്ലാത്തിൻ്റെയും PDF നോട്ട്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാ കാര്യവും ടീച്ചർ പറയുന്നത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ആ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാം, അല്ലെങ്കിൽ ആ നോട്ട്സ് നിങ്ങളുടെ അടുത്തുണ്ടാവും എക്സാം തീരുന്നവരെ. ഈ ക്ലാസ്സസ് എല്ലാം എക്സാം തീരുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ റീവാച്ച് ചെയ്യാം. ഒരു ഓഫ്ലൈൻ കോച്ചിങ്ങിലൊക്കെ പോയാൽ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ടീച്ചർ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ ടീച്ചർ എടുത്തുക ഒരു പക്ഷേ എക്സാമിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ എടുത്ത് തരുന്നുണ്ടാവില്ല. നമുക്ക് ആ പ്രശ്നം വരില്ല. നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും ലൈവ് ക്ലാസ് ആണെങ്കിലും അതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ റിവൈസ് ചെയ്യാം, വീണ്ടും വാച്ച് ചെയ്യാം, വീണ്ടും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ലാസ്റ്റ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകുന്നതായിരിക്കും. CBSEക്കാർക്ക് വേണ്ടി സെപ്പറേറ്റ്ലി നിങ്ങളുടെ സ്കൂൾ ലെവലിലെ എക്സാംസിന് വേണ്ടിയുള്ള ഡിസ്കഷൻ ഉണ്ടാകുന്നതായിരിക്കും. ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇതുകൂടാതെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ സ്റ്റഡി മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് സ്റ്റോക്ക് തീരുന്നവരുള്ളൂ. മാർച്ച് 20th വരെ നമുക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓഫർ ഉണ്ടാവുള്ളൂ. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സയൻസ് ബാച്ചിൽ കിട്ടുക. ഇതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ല. ഇതൊക്കെ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മൾ തന്നെയായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, മനസ്സിലാവുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ +1ലും അത് മനസ്സിലായിക്കോളും, ഇഷ്ടമായിക്കോളും. അത്രേ പറയാനുള്ളൂ. ഇതുപോലെ തന്നെ കൊമേഴ്സ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് വളരെ സിമിലർ ആണ് മക്കളെ. ബൈ ദ വേ, ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫീസ് 6000 റുപ്പീസാണ്. സ്റ്റഡി മെറ്റീരിയൽ ഇൻക്ലൂഡഡ് ആണ്. ഇതൊരു വർഷത്തേക്കുള്ള ഫീസാണ്. ഇതിലൊരു ഫീസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മനസ്സിലായി, കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇതൊരു മാസം ഇങ്ങനെ കൊടുക്കുമെന്ന് വേണ്ട, 1 ടൈം നിങ്ങൾ കൊടുക്കുന്നു, തീർന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ?
ഓൾസോ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടത്. കോൾ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൾ ചെയ്യാം. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി മെല്ലെ ജോയിൻ ചെയ്താൽ ധൃതിയൊന്നുമില്ല. ഓക്കെ, കൊമേഴ്സ് ബാച്ചിന് സെയിം ഫീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. കൊമേഴ്സ് ബാച്ചിൽ ഓബ്വിയസ്ലി ഞങ്ങളല്ല പഠിപ്പിക്കുക, അതിന് കൊമേഴ്സിന് വേണ്ടി അടിപൊളി ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ അടിപൊളിയാണോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, നമ്മുടെ +1 കൊമേഴ്സ് ചാനലിൽ പോയി ജസ്റ്റ് നിങ്ങൾ നോക്കുക. അതിലിപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് എക്സാം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ക്ലാസ്സസൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുക. ആ ടീച്ചേഴ്സൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ടീച്ചേഴ്സ് ആണോ നോക്കുക. എല്ലാവരും കണ്ടന്റ് വൈസ് എല്ലാവരും അടിപൊളിയാണ്, പക്ഷേ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നുകയാണെങ്കിൽ കൊമേഴ്സ് ബാച്ചിൽ അതേപോലെ എക്സാമിൻ്റെ അതേ എനർജി മെയിൻറ്റെയിൻ ചെയ്ത് അതേ ഒരു കോറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും കൊമേഴ്സ് ടീച്ചേഴ്സും ഉണ്ടാവും. സെയിം ഫീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക കൊമേഴ്സ് ബാച്ചിൽ. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, ലൈവ് ക്ലാസ് ഉണ്ടാവും, എല്ലാ സബ്ജക്ട്സും ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾക്ക് PDF ക്ലാസ് നോട്ട്സ് ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഡിസ്കഷൻ ഉണ്ടാവും, സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും. സെയിം ഫീസ് ആയിരിക്കും നമ്മുടെ കൊമേഴ്സ് ബാച്ചിൽ ഉണ്ടാവും. ഓക്കെ, സെയിം ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ആയിരിക്കും, സെയിം മോഡായിരിക്കും ഉണ്ടാവുക. എക്സാമിനറിന് ഏത് ബാച്ചിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഒരേ ടൈപ്പ് ഓഫ് ഒരേ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ ബാച്ചിൽ ജോയിൻ ചെയ്യണം മക്കളെ, എന്ത് ചെയ്യാം, ഒന്നും വെയിറ്റ് ചെയ്തിരിക്കേണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്യണം. കാരണം സ്റ്റഡി മെറ്റീരിയലും കൂടെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ വേഗം തന്നെ നിങ്ങളുടെ അഡ്മിഷൻ എടുക്കണം. നമ്പറും കാര്യങ്ങളൊക്കെ താഴെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സർ എനിക്ക് സയൻസിൽ സ്ട്രീം കിട്ടിയില്ലല്ലോ, അല്ലെ +1 സ്ട്രീം കിട്ടിയില്ലല്ലോ, സ്ട്രീം ഇട്ടാണ് ഞാനിങ്ങനെ ജോയിൻ ചെയ്യുക. മക്കളെ, ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രീമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. നിങ്ങൾ സയൻസിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നാളെ കൊമേഴ്സാണ് കിട്ടുന്നതെങ്കിൽ യു ക്യാൻ ഷിഫ്റ്റ്. നിങ്ങൾ ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ മതി, നിങ്ങൾ എക്സ്ട്രാ ഫീസ് കൊടുക്കുകയോ ഒന്നും വേണ്ട. ഇനി കൊമേഴ്സിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സയൻസാണ് നിങ്ങൾ കിട്ടുന്നില്ലേ, സയൻസാണ് നിങ്ങൾ എടുക്കാൻ തീരുമാനിക്കുക, നിങ്ങൾ ഷിഫ്റ്റ് ചെയ്താൽ ബാച്ച്. ഇനി രണ്ടും കിട്ടിയില്ലെങ്കിലോ, നിങ്ങൾക്ക് സയൻസും കിട്ടിയില്ല കൊമേഴ്സും കിട്ടില്ല, യു വിൽ ബി റീഫണ്ടഡ്. നിങ്ങളുടെ കംപ്ലീറ്റ് ഫീസ് എന്താണ് റീഫണ്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതിലൊരു ക്വസ്റ്റ്യൻസും ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലും കൂടി വേണമെങ്കിൽ നിങ്ങൾ വേഗം തന്നെ ഫീസ് അടച്ചിട്ട് ജോയിൻ ചെയ്ത് +1 അഡ്മിഷൻ ഉറപ്പാക്കി വെച്ചാൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, അടിപൊളിയായിട്ട് പഠിക്കാം. അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ നമ്പറിൽ എന്താ ഈ ബാക്കിൽ കാണുന്ന ഈ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫോണിലോ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. വളരെ ഫ്രണ്ട്ലി ആയൊരു ടീം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെല്ലാ സംശയങ്ങളും നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, +1 ക്ലാസ്സിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.